പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവായ യേശു ഒരിക്കൽ കൂടി എളിയ ദാസനെ അനുവദിച്ചു യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആർക്കും കൊല്ലാൻ പറ്റാത്ത പെരുമ്പാമ്പ് എന്ന വിഷയത്തെക്കുറിച്ച്, അതിൻ്റെ നിഗൂഢാർത്ഥം സെക്സ് ആണെന്നുള്ളതും ഒക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ സെക്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയം 2016 കാലഘട്ടങ്ങളിൽ എനിക്ക് അത് വെളിപ്പെടുത്തി തന്നതാണ് യേശു. എന്താണ് സെക്സ്, എന്താണ് വിവാഹം, മനുഷ്യൻ സെക്സിലേക്ക് പോകുന്നതാണ്. സെക്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്, അത് ആരുടേതാണ്, സെക്സ് സാത്താൻ്റേതാണ്, വിവാഹം ദൈവത്തിൻ്റെതാണെന്നൊക്കെ ഞങ്ങൾ പറയണ്ടായി. എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി വീണ്ടും സംസാരിക്കാൻ വന്ന് ചോദിച്ചാൽ, ഈ ലോകം ഒരു സോദോമും ഗോമോറയും ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ബസ് സ്റ്റാൻഡിലോ ഒരു വിമാനത്താവളത്തിലോ ഇറങ്ങി നിന്ന് വെറുതെ ഇങ്ങനെ ഭൂമിയുടെ മുകളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സോദോം ഗോമോറ കാണാൻ പറ്റില്ല. എന്നാൽ രാത്രി കാലഘട്ടങ്ങളായി നമ്മൾ വഴിയോരങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ നഗരങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ ഇന്നത്തെ പശ്ചാത്തലം വെച്ച് നോക്കിയ പെരുമ്പാവൂരോ അല്ലെങ്കിൽ കൊച്ചിയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പാർക്കുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിവാഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, വിവാഹത്തിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റ് തലങ്ങളിൽ ചെയ്യുന്നത് കാണുകയോ കേൾക്കുകയോ ചെയ്യാനുള്ള സംവിധാനം ഇന്ന് ലോകത്ത് വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് നമുക്ക് ടെലിവിഷനുകളും കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റുകളും മറ്റു സംവിധാനങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ ഈ വിഷയത്തെ കാണുകയും കേൾക്കുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒരു വിഷയം ഇതാണ്. ലോകം അവസാനം, ലോകത്തിൽ ഏറ്റവും ആദ്യമായി തിന്മ കടന്നു വന്നത്, പൈശാചിക സ്വാധീനങ്ങൾ കടന്നു വന്നത്, ദൈവിക മഹത്വത്തിന് വിരുദ്ധമായിട്ടുള്ള പഠനങ്ങൾ, കാഴ്ചകൾ, കൗതുകങ്ങൾ, ആകാംക്ഷകൾ, ചലനങ്ങൾ എല്ലാം കടന്നു വന്നത് പറുദീസയിൽ ദൈവം പറഞ്ഞ ആ നിയമത്തെ ലംഘിച്ചപ്പോഴാണെന്നും, ആ ലംഘനം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധത്തിനപ്പുറത്തേക്കുള്ള മറ്റ് ആസ്വാദനങ്ങളിലേക്ക് പോയപ്പോൾ അതിലൂടെ വന്ന അപചയങ്ങളും അതുകൊണ്ട് തന്നെ ദൈവം പറുദീസിനെ പുറത്താക്കിയെന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ലൈംഗിക വിശുദ്ധിയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാതെ അന്ന് സംഭവിച്ച അപചയത്തെ, അല്ലെങ്കിൽ ആ പൈശാചിക തിന്മയിൽ ഉൾക്കൊള്ളുന്ന പൈശാചികതയുടെ അശുദ്ധിയുടെ ദുഷ്ടതയുടെ ഇതിനകത്തെല്ലാം ചതിയെ, വഞ്ചന, മ്ലേച്ഛതകൾ, മോശമായ സംഭാഷണങ്ങൾ, കൊലപാതകങ്ങൾ, മയക്കുമരുന്ന് വ്യഭിചാരങ്ങൾ ഇതെല്ലാം ഇതിനകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ പശ്ചാത്തലം ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ അത് കുറഞ്ഞു വരികയല്ല ചെയ്തത്, മറിച്ച് അത് കൂടി വരികയാണ്. അപ്പോൾ എന്ന് ലോകത്തിലേക്ക് മരണമെന്ന പൈശാചിക തിന്മ കടന്നു വന്നുവോ, അതിൻ്റെ കാരണം എന്തായിരുന്നുവോ, ആ കാരണമാകുന്ന മരം വളർന്ന് വരുന്ന് അതതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് ലോകത്തിൻ്റെ അന്ത്യകാലഘട്ടങ്ങളിലേക്ക് എത്തപ്പെട്ടപ്പോൾ ആ ലൈംഗിക വൈകൃത ചിന്തകൾ മനുഷ്യൻ്റെ ഹൃദയത്തിലും മനസ്സിലും കുടികുത്തി വാഴുകയും അതിനുള്ള മാധ്യമ സംവിധാനങ്ങളിൽ ലോകത്ത് വരികയും ചെയ്തപ്പോൾ ആ സംവിധാനം ഇന്ന് ദൈവിക പദ്ധതിയെ അട്ടിമറിച്ച് ആ സ്വാധീനം മനുഷ്യനിൽ ഉറപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരി കേരളത്തിൻ്റെ ഒരു ജില്ലയിൽ നിന്ന് വിളിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞത് കേട്ട് വളരെ ഞടുക്കമുണ്ടായി. അതിങ്ങനെയാണ്: കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താവുമായി, ഭാര്യ ഗർഭിണിയായി, പ്രസവത്തിനായിട്ട് ആ ഭാര്യ വീട്ടിലേക്ക് വന്നു. 3 മാസം കഴിഞ്ഞു, കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും കുഞ്ഞിനെ അമ്മയും കൂട്ടി ഭർത്താവ് വന്ന് കൂട്ടിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ വീട്ടുകാർ, ഈ മകളുടെ വീട്ടുകാർ കൊണ്ടുവിടണമല്ലോ. അങ്ങനെയൊക്കെ ഒരു പതിവും ചടങ്ങും ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ 3 മാസം കഴിഞ്ഞു, പോകേണ്ട സമയമായി ഭർത്താവിനെ വിളിക്കുമ്പം അടുത്ത ദിവസം വരാമെന്ന് പറയുന്നു. അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് ഇദ്ദേഹം വന്ന് ഈ പെൺകുട്ടിയെ, ഈ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അത് ചർച്ചയായി. 6 മാസമായി. അപ്പോൾ ജനങ്ങൾ, അവരുടെ ബന്ധുക്കൾ ഇടപെട്ടു, നേരിട്ട് എന്ന് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു ചില കാരണങ്ങൾ കൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അത് വീണ്ടും നീണ്ടു. അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു. അങ്ങനെ നീണ്ട് 1 വർഷവും 4 മാസവുമായിട്ടും ഇപ്പോഴും ആ കുഞ്ഞിനെയും സ്വന്തം ഭാര്യയും കൂട്ടിയ ഭർത്താവ് വീട്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് പല കാരണങ്ങൾ ഇത് പറഞ്ഞ് അവർ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ സഹോദരി നമ്മളോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് അവരുടെ ധ്യാനമൊക്കെ വിടും. പക്ഷെ അങ്ങനെ അവർ മനസ്സുമെടുത്ത് ആത്മഹത്യ ചെയ്തേക്കും എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ ധ്യാനത്തിന് പറഞ്ഞു വിട്ടു. അവർ ധ്യാനമൊക്കെ കൂടി കുറച്ച് നോർമലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഭാഗം ഇതാണ്: അവർക്ക് ആ ഭർത്താവിന് കുടുംബജീവിതത്തോട് താല്പര്യമില്ല, ഒരു സ്ത്രീയെ പോറ്റുവാനുള്ള ത്രാണിയില്ല, വരുമാനം കുറവാണ്, നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാമ്പത്തിക പശ്ചാത്തലമില്ല, സാധാരണ ജീവിതത്തിനുള്ളതേ ഉള്ളൂ.
അതുകൊണ്ട് ഇപ്പം നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്കൊരു ജോലി കിട്ടട്ടെ എന്നിട്ട് ഞാൻ കൊണ്ടുപോകാം, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ സഹോദരി പോയി ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ആ സ്ത്രീയെ പോറ്റാൻ താല്പര്യമില്ല, ഡൈവോഴ്സിന് വേണമെങ്കിൽ ഞാൻ തയ്യാറായേക്കാം. ആ രീതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ അതിന് തത്തുല്യമായി തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്നൊക്കെ ചില സ്ത്രീകൾ, ചില പുരുഷന്മാർ വിളിച്ചു പറയുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിനെ ആവശ്യമില്ല, കുഞ്ഞുങ്ങളുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, എന്നിട്ടും ഇതൊന്നും ഭാര്യ കുഞ്ഞിനെ കൂട്ടി ഭാര്യ മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയിരിക്കുകയാണ്, എന്നോട് സംസാരിക്കുന്നില്ല, മറ്റൊരു പുരുഷനോട് അവർ സംസാരിക്കുന്നു, ഇടപെടുന്നു, അവരുടെ കാറിൽ പോകുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം. നിങ്ങളോടൊന്നും തുറന്നു പറയാൻ പറ്റാത്തത്രമുള്ള മ്ലേച്ഛതകൾ ഇതിനകത്ത് സംഭവിക്കുന്നതൊക്കെ അവർ പറയുകയുണ്ടായി, എന്നോട് പറയണ്ടേ. പക്ഷെ നമുക്കത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അത് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് പകല് കാണുന്ന ലോകമല്ല, രാത്രിയിൽ കാണുന്ന ലോകം. രാത്രി ആയിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന ബുദ്ധിയും വിവേകവും ജ്ഞാനവും ഒക്കെയുള്ള മനുഷ്യൻ, എല്ലാവിധ ജ്ഞാനവും ബുദ്ധിയും ചിന്തകളും മനുഷ്യത്വവും സ്നേഹവും ഒക്കെ ഉള്ള എന്ന മനുഷ്യൻ്റെ സ്വഭാവം രാത്രി കാലമാകുമ്പോൾ മൊത്തം മാറുകയാണ്. രാത്രി കാലം പകല് ജോലിയായി, അതിൻ്റെ ഡ്യൂട്ടിയായി, അതിൻ്റെ അധ്വാനമായി, ഭക്ഷണം കഴിക്കുന്നു, ഡ്യൂട്ടി ഓഫീസിൽ പോകുന്നു, വരുന്നു, അല്ലെങ്കിൽ കൃഷിസ്ഥലം, മറ്റു ജോലിക്ക് പോകുന്നു. രാത്രി ആയി കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് മറ്റൊരു സംഭവമാണ്, മറ്റൊരു മേഖലയാണ്. അത് ഇഷ്ടമുള്ള രീതിയിൽ ഓരോരുത്തർ, സിനിമയ്ക്ക് സീരിയലിനുള്ളവർ, പടങ്ങൾ കാണാനുള്ളവരാണെങ്കിൽ അങ്ങനെ ചലനമുള്ള പഠനങ്ങൾ, ഇഷ്ടമുള്ള പടങ്ങൾ, അങ്ങനെയുള്ള ഇഷ്ടമുള്ള ഡാൻസുകൾ, പാട്ടുകൾ, അങ്ങനെയെല്ലാം നമ്മൾ ഇഷ്ടമുള്ള വഴിക്ക് പോയിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നമ്മൾ ആ ഇഷ്ടമുള്ള വസ്തുതകൾക്ക് നമ്മൾ വിൽക്കുന്നത് പോലെ മണിക്കൂറുകളോ ഒക്കെ ആയിട്ട് കൊടുക്കുകയാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഇത് സോദോം ഗോമോറ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു ഭാഗമുണ്ട്. അതെല്ലാം ഈ സംഭവങ്ങളെയെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 8-ാം തിരുവചനത്തിലാണ്. അതിങ്ങനെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താണ് മനുഷ്യൻ അതിൻ്റെ പുറകെ പോകേണ്ട കാരണം, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ കർത്താവ് പറയുമ്പോൾ അതിങ്ങനെ പറയുകയാണ്. 2-ാമതും ദൂതൻ വന്ന് പറഞ്ഞു, മഹാബാബിലോൺ വീണുപോയി, ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലംപതിച്ചു. അപ്പോൾ നിലംപതിച്ചിട്ടില്ല, പതിക്കാറായി വരുന്നുള്ളൂ. അപ്പോൾ ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞാണ് എല്ലാവരും ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതിൻ്റെ ഫലമായി ഭാര്യാഭർത്തൃ ബന്ധങ്ങളെക്കാൾ അവരാഗ്രഹിക്കുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിന് പുറത്തുള്ള ആസ്വാദനങ്ങൾ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം പറഞ്ഞ് അത് കണ്ണിന് കൗതുകവും ആസ്വാദ്യകരവുമാണെന്ന് കണ്ട് അത് പറിച്ച് ഭക്ഷിച്ചു പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ വന്നപ്പോൾ ബന്ധങ്ങൾക്ക് താല്പര്യമില്ല, ബന്ധങ്ങൾക്ക് മൂല്യങ്ങളില്ല, ബന്ധങ്ങൾക്ക് സ്നേഹത്തിൻ്റെ പരിവേഷമില്ല, ബന്ധങ്ങൾക്ക് ആത്മീയതയുടെ പരിവേഷങ്ങളില്ല, വെറും യന്ത്രത്തെ പോലെ യാന്ത്രികമായിട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ബന്ധങ്ങൾ തകർന്നു. കൗതാശിക ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ തലങ്ങൾ, ദൈവിക പദ്ധതി എല്ലാം പൊളിഞ്ഞു. അതിൻ്റെ എല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല. അനേകം ഭവനങ്ങളിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് പോകുന്നതും വരുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷേ രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ അവർ പല തട്ടിലാണ് ജീവിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ ഒരു പടിവാതിൽ, ലോകാവസാനം, യുഗാന്ത്യം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. വാർത്ത എടുത്ത് കേട്ട് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്നത് യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ ഒരു പശ്ചാത്തലം ഭൂമിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പൊതുജനവും സമൂഹവും എല്ലാം അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇനി മറ്റൊരു കാര്യം കർത്താവ് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്, ഈ പശ്ചാത്തലത്തിൽ നാം ഏത് രീതിയിലൊക്കെ ആയിരിക്കണം ഒരുങ്ങേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമ്മളൊന്ന് ക്രമീകരിച്ചെടുക്കണം, എങ്ങനെ ഒന്ന് വിശദീകരണ പ്രക്രിയ നടത്തി എങ്ങനെ ഒന്ന് ശരിയാക്കിയെടുക്കണം. ഈ വരാനിരിക്കുന്ന ദുരന്തങ്ങൾ ചെറുതല്ല. ഇനി പ്രിയ സഹോദരങ്ങളെ, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ തന്നെ കണ്ടത്, പുതിയ മൊബൈൽ ഫോണുകൾ മേടിക്കുന്നിടത്ത് അതിനകത്ത് പിന്നെ ഒരു പുതിയ ആപ്പ് കൂടി ചേർത്ത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ ശബ്ദമോ ചലനമോ സംഭാഷണങ്ങളോ ഒക്കെ ഈ മൊബൈലിലൂടെ ആപ്പിനകത്തൂടെ മറ്റുള്ളവർക്ക് വിദൂരദേശത്ത് നിന്ന് കേൾക്കുവാനുള്ള സംവിധാനം ഇതിനകത്ത് പിടിപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അതാണ് നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടറിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു മോഡലാണിത്. അപ്പോൾ എന്താണ് സംഭവിക്കുക, സ്വകാര്യ ജീവിതം സ്വന്തം ബെഡ്റൂമിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ അതിനകത്തൊരു ആപ്പ് കൂടി ചേർക്കണം. അത് ചേർത്ത് നമ്മൾ ഓഫാക്കി വെച്ചാലും നമ്മൾ സംസാരിക്കുന്നതോ ഒക്കെ അവർക്ക് കേൾക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ അവസ്ഥകൾ, ബെഡ്റൂമിലെ കാര്യങ്ങളൊക്കെ ലോകമറിയുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്.
അങ്ങനെ പോയി കഴിയുമ്പോൾ എന്തു സംഭവിക്കും? മനുഷ്യൻ്റെ ദൈവിക സ്വഭാവം നഷ്ടപ്പെടും. മനുഷ്യനും ദൈവം തമ്മിലുള്ള സ്നേഹത്തിൻ്റെ സ്വഭാവം നഷ്ടപ്പെടും, അല്ലെങ്കിൽ യാന്ത്രിക മനോഭാവം വരും. അപ്പോൾ ആ യാന്ത്രികതയ്ക്ക് ആ യന്ത്രം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നു, സംസാരിക്കുന്നു ഒന്നുമല്ല മനുഷ്യൻ്റെ ആഗ്രഹം. മനുഷ്യൻ സ്നേഹം, പരിഗണന, അംഗീകാരം, ആദരവ്, സൗമ്യത, എളിമ, വിനയം, സംരക്ഷണം, പ്രാർത്ഥനകൾ, അതെല്ലാം മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം മടുക്കുകയും ഈ ബന്ധങ്ങളെ തകർക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുന്ന മേഖലകളിലേക്ക് കടന്നുപോവുകയും ചെയ്യും. ഇത് വലിയ ദുരന്തങ്ങളുടെ വലിയ തുടക്കമാണ്. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ദാമ്പത്യ ബന്ധ തകർച്ചയാണ്. രണ്ടാമത് സംഭവിക്കുന്നതാണ് കൗതാശിക തലങ്ങളിലെ വിശുദ്ധിയുടെ അളവ് നഷ്ടപ്പെടുന്ന അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ സംഭവിക്കുന്നത് സാമൂഹിക സുരക്ഷിതത്വം നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ. നാലാമത് നമ്മൾ സംഭവിക്കുന്നത് നമ്മളിൽ നിന്നുള്ള ദൈവിക സ്വഭാവം, ദൈവിക പദ്ധതി, ദൈവത്തോടുള്ള ആമുഖ്യം, സഭയോടും കൂതാശയോടുള്ള ഇഷ്ടം, താല്പര്യം, പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യം, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്ന അവസ്ഥ, അതിൽ നിന്നും ഊട്ടിയകലുന്ന അവസ്ഥ. അതൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ആത്മീയ സ്വഭാവം നഷ്ടപ്പെടും. അങ്ങനെ ആത്മീയ സ്വഭാവം നഷ്ടപ്പെടുമ്പോൾ പിന്നെ സംഭവിക്കുന്നതാണ് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്: വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പോൾ എന്തോ സംഭവിച്ചാൽ വധിക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരായിട്ടുള്ളവരൊക്കെ ഈ മാനുഷിക ബന്ധം, അഥവാ വിവാഹ ജീവിതത്തിലെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ബന്ധങ്ങളെ ആരാധിക്കാനും രഹസ്യമായി ആരാധിക്കാനും ഇഷ്ടപ്പെടാനും അതിൽ പങ്കുപറ്റാനും അതിനുവേണ്ടി പണം മുടക്കാനും തയ്യാറാവുമ്പോൾ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പെട്ടെന്ന് അടുത്തു വരും. അവിടെ സംഭവിക്കുന്നത് ബന്ധങ്ങളുടെ തകർച്ചയാണ്. അവിടെ ആത്മാവിൻ്റെ ശോഷണമാണ്, ആത്മീയ നഷ്ടമാണ്, ആത്മീയ മഹത്വത്തിൻ്റെ മൂല്യച്യുതി അവിടെ സംഭവിക്കുകയാണ്. അതോടുകൂടി ഒരു കുടുംബത്തിൻ്റെ നാശം പൂർത്തിയാവും. അങ്ങനെ ബന്ധങ്ങൾ തകരുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകന്നു പോകുന്നു. അങ്ങനെ അകന്നു പോകുന്നവർ പിന്നെ ആശ്രയിക്കുന്നത് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്ന, ഇഷ്ടമുണ്ടായിരുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്നേഹത്തിൻ്റെയും ഇടപെടലിൻ്റെയും അവരുടെ ബന്ധങ്ങളുടെ ഊഷ്മളതയിലുമൊക്കെ അവർ പിന്നീട് ആശ്രയിക്കുന്നതും ഈ പുറത്ത്, കുടുംബജീവിതത്തിന് പുറത്ത് കിട്ടുന്ന മേഖലകളാണ്. ആ മേഖലകളിലാണ് ഇതിൻ്റെ അപകടങ്ങളിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇനി വരാനിരിക്കുന്നത് എയർ റോബോട്ട് പോലെയുള്ള റോബോട്ടിക് സ്ത്രീകൾ, റോബോട്ടിക് പുരുഷന്മാർ, റോബോട്ടിക് പെൺകുട്ടികൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അതൊക്കെ ഭയാനകമായ സംഭവത്തിലേക്ക് ലോകം വരികയാണ്. അപ്പോൾ കർത്താവാണ് വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെട്ടവർക്ക് ഒരു സംരക്ഷണം കിട്ടും. ആ എഴുതപ്പെട്ടവർ ആരാണ്? അവിടെയാണ് നമ്മുടെ ഈ ക്ലാസിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ട ഇവിടെ എന്തു ചെയ്യണം? വെളിപാട് 22:14 വെച്ചുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലാണ്. വെളിപാട് 22:14 അവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, വീണ്ടും പറയേണ്ടി വരികയാണ്. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കുന്നതിനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ ഒരവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ആധുനിക ലോകത്തിൻ്റെ ആ ശബ്ദ തരംഗങ്ങളിൽ നിന്ന്, ആധുനിക ലോകത്തിൻ്റെ കളറുകളിൽ നിന്ന്, നിറങ്ങളിൽ നിന്ന്, ചലനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയെ പറഞ്ഞു സിനിമ, സീരിയൽ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളിൽ നിന്നും നാം മുഖം പറിച്ച്, കണ്ണു പറിച്ച് മാറ്റി ക്രിസ്തുവിൻ്റെ വചനത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം പെട്ടെന്ന് രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്, വളരെ പെട്ടെന്ന്. കാരണം ഇനിയിപ്പോൾ പുതിയ മൊബൈൽ മേടിക്കുക, അല്ലെങ്കിൽ പുതിയ ആപ്പുകൾ നമ്മൾ അതിനകത്ത് സ്ഥാപിക്കുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളോ, നമ്മുടെ ബെഡ്റൂമിലെ സംഭവങ്ങളോ, അല്ലെങ്കിൽ മനസ്സിൽ കാണുന്നത് പോലും, അല്ലെങ്കിൽ ഒരു ചലനം പോലും മറ്റുള്ളവർ വിദൂരത്തിരുന്ന് നിയന്ത്രിക്കുകയും കാണുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ വ്യക്തിത്വ ജീവിതത്തിൻ്റെ ശോഷണം. വ്യക്തിത്വ ജീവിതം സുരക്ഷിതമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ലാത്തൊരു വെപ്രാളം നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയപോലെ നമുക്ക് എങ്ങോട്ടാണ് ഏതോ ഇപ്പോൾ നമ്മുടെ വണ്ടി വരുന്നുമില്ല, എല്ലാവരും കയറി പോകുന്നതുകൊണ്ട് ഞാനിനി എന്ത് ചെയ്യുന്നുള്ള തോന്നലിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റും, ജീവിതത്തിൻ്റെ ആശ്രയബോധം നഷ്ടപ്പെടും, നമ്മളെ സംരക്ഷിക്കാൻ എല്ലാവരും ഇതേ മോഡലായിട്ട് മാറുകയാണ്. ഇതൊക്കെ വലിയ ദുരന്തങ്ങളാണ്. അതുകൊണ്ടാണ് സോദോം ഗോമോറ ലോത്തിൻ്റെ നാളുകളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും മനുഷ്യ ദിവസങ്ങളിലും. നോഹയുടെ ദിനങ്ങളെ പോലെ ആയിരിക്കും മനുഷ്യ ദിവസങ്ങളിൽ. നോഹയുടെ ദിനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയും ലോത്തിൻ്റെ നാളിൽ സംഭവിച്ച അവസ്ഥയിൽ നമ്മൾ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്ന
ഒരു രൂപാന്തരീകരണം നമ്മൾ സംഭവിക്കാൻ ഉടൻ തന്നെ ഇടയാകണം. പ്രിയപ്പെട്ട വലിയ ദുരന്തങ്ങളിലേക്കാണ് ലോകം പോകുന്നത്. ലോകം അന്തിമ യുദ്ധത്തിലേക്ക് അടുക്കുന്നു. നമുക്കറിയാം, യൂറോപ്പുമായിട്ട് പുട്ടിൻ്റെ ആളുകളൊക്കെ യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വാർത്ത കേൾക്കുന്നുണ്ട്. ഏത് നിമിഷവും സംഭവിക്കും. പെട്ടെന്നൊന്ന് ഒരുങ്ങിയേക്കാം, പെട്ടെന്നൊന്ന് കുമ്പസാരിക്കാം, പെട്ടെന്നൊരു ധ്യാനം കൂടാം. ആ ചിന്ത നിങ്ങളിൽ ഉണ്ടാവരുത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, ലോകസ്ഥാപനം മുതൽ വധിക്കപ്പെട്ട കുഞ്ഞാൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെട്ടവരായ നിങ്ങൾക്ക്, പേരെഴുതപ്പെട്ടിട്ടുള്ളവരിൽ ഈ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. യേശു ക്രിസ്തുവിൻ്റെ തിരത്വം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം കൊണ്ട് വിശദീകരിക്കപ്പെട്ടവർ, പാപത്തെയും തിന്മയും വെറുത്തുപേക്ഷിച്ചവർ, കുമ്പസാരത്തിലൂടെ പാപമോചനം നേടിയവർ, അതിനുശേഷം തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നവർ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവർ, യേശുവിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവർ, അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ നിന്നുള്ള വേർപാട് ഉടൻ തീരുമാനിച്ച്, ഉടൻ രണ്ടിലൊന്ന് തീരുമാനം നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് വേണം. കാരണം നമ്മുടെ ആത്മാവിൻ്റെ മൂല്യശോഷണം. ഇനി വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയന്ത്രണം മുഴുവൻ ഏറ്റെടുക്കുന്ന സംവിധാനം ഉടൻ തന്നെ വരും ലോകത്ത്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് നമുക്ക് ഈ മൊബൈൽ ഫോണുകൾ, ആപ്പുകളും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നയിക്കാനും നമ്മളെ ഭരിക്കാനും ഒരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് ലോകം മുഴുവനുണ്ട്. എന്നാൽ ഏതാനും വർഷങ്ങൾ കൂടി മുന്നോട്ട് പോയാൽ ആ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇല്ലാതെ വരികയോ അല്ലെങ്കിൽ അതിനെ തകർച്ച തട്ടുകയോ ചെയ്യുമ്പോൾ എതിർക്രിസ്തുവും അതിൻ്റെ ആൾക്കാരും എന്തു സംഭവിക്കും? ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ അവർക്ക് ഇഷ്ടമുള്ള പരിപാടികൾ അവർ ഈ മൊബൈൽ ഫോണിൽ കൂടെ അല്ലെങ്കിൽ ടെലിവിഷനിൽ കൂടെ പ്രക്ഷേപണം ചെയ്യുന്ന അവസ്ഥ വരും. അത് അവർക്കിഷ്ടമുള്ളതാണ് ചെയ്യുന്നത്. അത് മാനുഷിക ബുദ്ധിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത വിധം അപകടകരമായിരിക്കും. അത് കാണുന്ന വ്യക്തികളുടെ മനസ്സിൻ്റെ ആത്മീയവിശുദ്ധി നഷ്ടപ്പെടും, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും, ആരോഗ്യം നഷ്ടപ്പെടും. വല്ലാത്ത അസ്വസ്ഥ നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ ആത്മാവിനെ വലിച്ചു മാറ്റുന്ന ഒരവസ്ഥ വരും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയുന്ന യേശു വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സകലരും അതിനെ ആരാധിക്കും. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവർ എല്ലാം ഇത്തരം ആനന്ദത്തിലേക്കോ ആസ്വാദനത്തിലേക്കോ പോകും. എന്നാൽ നാം അങ്ങനെ അല്ലെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് നാം എങ്കിൽ, ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരുള്ളവരാണ് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ, ആ ഉറപ്പുള്ള നാം എന്തു ചെയ്യണം? ഇത്തരം പശ്ചാത്തലങ്ങളെ പ്രത്യേക രീതിയിൽ നോക്കിക്കാണണം, പ്രത്യേക രീതിയിൽ കാണണം. കാരണം നമ്മുടെ നിയന്ത്രണം മറ്റുള്ള ഒരു സംവിധാനം ഏറ്റെടുക്കുന്ന കാലം വരുന്നു. ഒന്ന്, മറ്റൊന്ന് അവരുടെ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങളിൽ കൂടെ അവർക്കിഷ്ടമുള്ളത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ നാം അത് മാത്രം കാണേണ്ട അവസ്ഥ വരികയും ചെയ്യും. ഇത് വലിയ ദുരന്തമാണ്. അങ്ങനെ വരുമ്പോൾ വിവാഹം എന്നൊരു സംവിധാനം ഇല്ലാതെ വരും. റോബോട്ടിക് വിവാഹങ്ങൾ ഭൂമിയിൽ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. എല്ലാവരും നമ്മുടെ മൊബൈൽ ഫോണൊക്കെ 10,000, 20,000, 30,000, 1,00,000 കൊടുത്തൊക്കെ മൊബൈൽ ഫോൺ വാങ്ങുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു കാറും ഒരു ബൈക്കും ഒക്കെ നമ്മൾ വാങ്ങുന്നത് പോലെ തന്നെ റോബോട്ടിക് സുന്ദരികളായ സ്ത്രീകളെ, റോബോട്ടിക് സുന്ദരമായ പുരുഷന്മാരെ, അതിന് ആനുപാതികമായിട്ടുള്ള സംഭവങ്ങളെ വാങ്ങി നാം ഉപയോഗിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ വീട്ടിൽ ഒരു റോബോട്ടിക് സ്ത്രീ ഉണ്ടെന്ന് വിചാരിക്കുക. ഉണ്ട്, നമ്മുടെ മകനോ മകളോ ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായിരിക്കും ആ കുടുംബത്തിൻ്റെ അവസ്ഥ? അവിടെ ആത്മീയതയുണ്ടോ? അവിടെ പ്രാർത്ഥനയുണ്ടോ? അതിന് വലിയ പ്രാധാന്യമുണ്ടോ? അത് തന്നെയുമല്ല, അതിൽ തന്നെ മറ്റൊരു പ്രശ്നമുണ്ട്. വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ കിടന്നുണ്ട്, കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിനുശേഷം വെളിപാട് 13 തന്നെ 11 പറയുന്നുണ്ട്, ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെയും ഞാൻ കണ്ടു. അപ്പോൾ 2 മൃഗത്തിൻ്റെ സ്വഭാവമുള്ള 2 പൈശാചിക ദുരാത്മാക്കൾ ഇത്തരം സംഭവങ്ങളിൽ കൂടെ, ഇത്തരം വസ്തുക്കളിൽ കൂടെ, ഇത്തരം ആശയങ്ങളിൽ കൂടെ നമ്മളിലേക്ക് കയറി വരും. ആ വരുന്ന ദുരാത്മാക്കൾ എത്ര ഭയാനകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത് വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്ന കുടുംബ തകർച്ചകൾ, കൂദാശയുടെ തകർച്ചകൾ, സഭയുടെ തകർച്ചകൾ, ലോകത്ത് ഇത്രമാത്രം മയക്കുമരുന്നിൻ്റെ ഉപയോഗം, വ്യഭിചാരം വർദ്ധിക്കാനുണ്ടാകുന്ന കാരണങ്ങൾ, നമ്മളിലേക്ക് കയറിക്കൊടുന്ന ദുരാത്മാവിൻ്റെ പ്രവൃത്തിയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഭയാനകമായ സംഭവങ്ങളിൽ കൂടെ ലോകം മുന്നോട്ട് പോവുകയാണ്. ഇനി ഇതിൻ്റെ രൂക്ഷതയും ഭീകരതയും കൂടിക്കൂടി വരും. ഈ പശ്ചാത്തലത്തെ നാം സ്വയമായിട്ടൊന്ന് വിലയിരുത്തണം. ഇങ്ങനെയൊരു വലിയ പശ്ചാത്തലം മുന്നോട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നാം ഇതിൻ്റെ പ്രതിരോധ സംവിധാനത്തിലേക്ക് നാം കടന്നു വരണം. അപ്പം ഞാൻ എൻ്റെ ആത്മാവിനെ എങ്ങനെ പ്രതിരോധിക്കണം? എങ്ങനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണം? എങ്ങനെ ഇപ്പോൾ ജീവൻ്റെ ഗ്രന്ഥത്തിൽ നമ്മുടെ പേര് നിലനിൽക്കണം? ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേര് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരില്ലാത്തവർക്ക് പെട്ടെന്ന് ജീവൻ്റെ ഗ്രന്ഥത്തിലേക്ക് കയറിപ്പോകാൻ സാധിക്കില്ല. കാരണം ലോകസ്ഥാപനം മുതൽ എന്ന് പറഞ്ഞാൽ ദൈവം അനാദി മുതൽ ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ട് ഒരു മനുഷ്യൻ രൂപം നൽകുമ്പോൾ
ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായ സ്വർഗീയ പദ്ധതിയുണ്ട്. തിരിച്ച് ആ സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ആത്മാവ് അവിടുന്ന് ഭൂമിയിലേക്ക് ഒന്ന് മനുഷ്യനായി തിരിച്ച് മരിച്ച് അല്ലെങ്കിൽ നിദ്ര പ്രാപിച്ച് അവൻ തിരിച്ച് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ പൂർണ്ണ വ്യക്തിത്വമുള്ളൊരു മനുഷ്യനായി തിരിച്ച് അവിടെ എത്തണമെന്ന ദൈവത്തിൻ്റെ പദ്ധതിയും ആഗ്രഹവും നിത്യതയും മരണമില്ലാത്തൊരവസ്ഥയും നിത്യജീവനുമുള്ള ഒരവസ്ഥയ്ക്ക് വേണ്ടി ആണ് മനുഷ്യൻ സൃഷ്ടിക്കുന്നത്. എന്നാൽ അവിടെ എത്തിച്ചേരാൻ പറ്റാതെ വരുന്ന വലിയ ദുരന്തങ്ങളാണ് ഭൂമിയിൽ വരുന്നതെങ്കിൽ അവിടെ എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എത്തിയാൽ എത്ര നന്മയുണ്ട് എന്ന് ചിന്തിക്കണം. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വേരൂന്നി നിൽക്കണം. വളരെ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി നമ്മൾ ഇരുന്ന് ചിന്തിക്കണം. നമ്മൾ മറ്റാരെയും നമ്മുടെ സഭയെ നോക്കിയിട്ട് ഇതിൽ നിന്നൊരു ഒരു ആശയം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ സഭ നമ്മളെ പഠിപ്പിക്കും, അത് നമ്മൾ ചിന്തിച്ച് അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അവിടുന്ന് കിട്ടില്ല. ഇത് വ്യക്തിപരമായിട്ട് പ്രത്യേകിച്ച് ഇത്തരം ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത്തരം കാര്യങ്ങളാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അവിടെ എന്തെല്ലാം പ്രവർത്തിക്കും, ഞാൻ അവിടെ എന്തെല്ലാം തയ്യാറെടുപ്പ് നടത്തണം, ഞാൻ എൻ്റെ മനസ്സിനെ ശരീരത്തെ ആത്മാവിനെ എങ്ങനെ ഒരുക്കിയെടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കരുത്, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ വിട്ടു നിൽക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേൾക്കരുത്, എന്തെല്ലാം വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കണം, എന്തെല്ലാം ഉപയോഗിക്കരുത്. ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ചിന്താധാര നമ്മൾ വളർത്തിയെടുക്കണം നമ്മുടെ മനസ്സിൽ തന്നെ. അതിനിപ്പോൾ നമ്മളാരും പഠിപ്പിക്കുക, നമ്മൾ ജനങ്ങളാരും പഠിപ്പിക്കട്ടെ, അല്ലെങ്കിൽ സഭയിൽ നിന്ന് നമുക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ ഒരിക്കലും സഭയിൽ നടക്കട്ടെ, അന്നേരം ചെയ്യാം. ആ ഒരു കാഴ്ചപ്പാട് നാം വെച്ച് പുലർത്തരുത്. കാരണം സഭയ്ക്കതിന് നേരം കിട്ടിയെന്ന് വരികയില്ല, സഭയ്ക്കതിന് താല്പര്യമുണ്ടായെന്ന് വരികയില്ല, സഭ ചെയ്തെന്ന് വരികയില്ല, ഒരു പക്ഷേ ചെയ്താക്കാം. അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, അന്ത്യകാലഘട്ടം അടുത്തു വരുമ്പോൾ പ്രത്യേകിച്ച് 2033 എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. 2025 8 കൂട്ടാൻ 33 കിട്ടും. 33 യുഗാന്ത്യമാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് ലോകം അവസാനിക്കുന്നത് തന്നെ 2033 യുഗാന്ത്യം, അതിനുശേഷം ചുരുങ്ങിയ സമയം മാത്രമേ മുന്നോട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ മനസ്സിൽ കാഴ്ചപ്പാടിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നാം സ്വയമായിട്ട് ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കണം. അല്ല നമ്മൾ വെറുതെ നമ്മൾ കുറേ ജോലി ചെയ്യുന്നു, കുറേ പൈസ സമ്പാദിക്കുന്നു, ഇനിയൊരു വീട് വയ്ക്കുന്നു, ഒരു കാറ് വാങ്ങുന്നു, ഒരു ജർമ്മൻ ഭാഷ പഠിച്ച് അങ്ങോട്ട് പോകുന്നു, ആ ചിന്തകളൊക്കെ വെടിയണം പ്രിയപ്പെട്ട. അതിൻ്റെയൊക്കെ കാലൊക്കെ കടന്നു. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ല. ഇനി അങ്ങോട്ട് പോകാനുള്ള പദ്ധതികൾ നമ്മൾ ഉപേക്ഷിക്കണം. അങ്ങോട്ടുള്ള കയറിപ്പോയെന്നാൽ തിരിച്ചു വരാൻ പറ്റില്ല. ഇത് വലിയ ദുരിതങ്ങളായിട്ട് വരും. സാമ്പത്തിക മേഖലയുടെ മേശകൾ സർവശക്തനായ ഈശോനാഥൻ തട്ടിപ്പറിക്കും. അതുകൊണ്ടാണ് കാനഡയിലെ പ്രശ്നം വന്നത്, അമേരിക്കയിലെ പ്രശ്നം വന്നത്, UK പ്രശ്നം വന്നത്. ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി എൻ്റെ ആത്മാവിനെ എങ്ങനെ വിശുദ്ധി കൊണ്ട് നിറച്ച് ലോകസ്ഥാപനം മുതൽ സ്ഥാപിക്കപ്പെട്ട ജീവൻ്റെ ഗ്രന്ഥത്തിൽ എൻ്റെ പേരിനെ എങ്ങനെ നിലനിർത്താം എന്നതിനെപ്പറ്റി ഒരു റിസർച്ച് തന്നെ നാം വ്യക്തിപരമായിട്ട് നടത്തണം. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വളരണം. കാരണം ഇനിയുള്ള കാര്യങ്ങൾ ഇപ്പം നിലവിലുള്ള ഈ മൊബൈൽ സംവിധാനമൊക്കെ മാറുകയാണ്. അതിനകത്ത് മറ്റു സംവിധാനങ്ങൾ വരുന്നു, അല്ലെങ്കിൽ റോബോട്ടിക് സംവിധാനങ്ങൾ ഭൂമിയിലേക്ക് വരുന്നു. നമുക്ക് എന്തിനും ഏതിനും റോബോട്ടിനെ ആശ്രയിക്കേണ്ട അവസ്ഥ വരുന്നു. അങ്ങനെ വരുന്നു. അതിന് ലോകം യുദ്ധത്തിലേക്ക് വരുന്നു. ഭക്ഷണവും പെട്രോളിയംസിലൊക്കെ അപ്രത്യക്ഷമാകുന്ന അവസ്ഥ വരുന്നു. അങ്ങനെ ദുരന്തങ്ങളും അതിൻ്റെ വേദനകളും ഒരുപാട് പ്രശ്നങ്ങളും ലോകത്ത് വന്ന് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതെല്ലാം ഒന്നൊന്നായിട്ട് ഇങ്ങോട്ട് വരും. ഉടൻ തന്നെ ഇതെല്ലാം വരും. ലോകം അന്ത്യത്തിലേക്കാണെന്ന് ലോകം മൊത്തം അംഗീകരിച്ചു കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിൽ ഞാൻ എന്നെ തന്നെ വിലയിരുത്താൻ, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പുകൾ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ്, എൻ്റെ ആത്മാവ് എന്തിനൊക്കെയാണ് അടിമയായിട്ടുള്ളത്, എൻ്റെ ശരീരവും മനസ്സും ആത്മാവും ഞാനെന്ന വ്യക്തിത്വം യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ ഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ ഉള്ള ആ ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ട വ്യക്തിത്വമുള്ള വ്യക്തിയാണോ ഞാൻ? അങ്ങനെ ഒരു ആത്മശോധന നാം ഉടനെ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ കേൾക്കുന്ന ആർക്കെങ്കിലും കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ എളിദാസൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ട് എൻ്റെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ രൂപാന്തരപ്പെടാനുള്ള അവസരം ഒരിക്കലും വ്യക്തമായ അത് 3 തലത്തിൽ, ശാസ്ത്രീയമായിട്ട്, ആത്മീയമായിട്ട്, അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനപരമായിട്ട്, ദൈവത്തിന് ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനത്തിൻ്റെ ത്രിതല ജ്ഞാനം വെച്ച് നമുക്ക് ഒരുങ്ങാൻ സാധിക്കും. അപ്പം നമുക്ക് നമ്മുടെ ആത്മാവ് ഒരുക്കപ്പെടും, നമ്മുടെ ആത്മാവും മനസ്സും ഒരുക്കപ്പെടും. ശരിയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നാം വരികയും നമുക്ക് ഒരുങ്ങാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും. അല്ല ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതവും ജീവനും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ലോകം വരികയാണ്. ആ പശ്ചാത്തലം വന്നു കഴിഞ്ഞതിന് ശേഷം അയ്യോ രക്ഷപ്പെടാമേ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. ഇപ്പോൾ തന്നെ എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴായിട്ട് ഞാൻ എൻ്റെ നമ്പറുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ നമ്പറുകളിൽ നിങ്ങൾ വിളിക്കുകയോ ചെയ്ത് എത്രയും പെട്ടെന്ന് എളിദാസനെ ധ്യാനം വന്നു കൂടി നിങ്ങൾ 97 78 17 22 83 ഈ വചനത്തിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുന്നവർക്ക് എൻ്റെ വീട്ടിൽ എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ വെള്ളി, ശനി, ഞായർ
ഈ 3 ദിവസം ഇനി വിളിച്ച് സംസാരിക്കുന്നവർക്ക് വഴിയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇനി വെള്ളിയാഴ്ച കൂടി ക്ലാസ്സുകളും ജോലികളും ഉള്ളവർക്കാണെങ്കിൽ ശനി, ഞായർ, തിങ്കൾ അങ്ങനെ ദിവസം വിളിച്ച് സംസാരിച്ചാൽ മതി. അവർക്ക് അതിനുള്ള സംവിധാനം ഞാൻ ഒരുക്കി കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ വന്ന് ഈ ക്ലാസ് പൂർണ്ണമായിട്ടും കേട്ട് നിങ്ങൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് A to Z കാര്യം ഉൽപ്പത്തി മുതൽ വെളിപാട് ഗ്രന്ഥം പൂർണ്ണമായിട്ടും നമ്മൾ അറിഞ്ഞ് ഈ ലോകം അവസാനിച്ച് സ്വർഗം എന്ന സത്യം എവിടെയാണ്, അങ്ങോട്ട് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ധാരണ ക്ലാസ്. അത് ശാസ്ത്രീയമായ ക്ലാസ് കിട്ടും, കണക്കുപരമായിട്ടുള്ള ക്ലാസ് കിട്ടും, സഭാതലത്തിലുള്ള ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവും, വചനപരമായിട്ടുള്ള ആ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതെല്ലാം അപ്പുറത്തേക്ക് ഇതിനെതിരെ അതീന്ദ്രിയ ജ്ഞാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ദാർശനിക വരത്തിൽ കൂടെ ലഭിച്ച വെളിപ്പെടുത്തൽ ജ്ഞാനത്തിൻ്റെ അറിവോട് കൂടി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഇത് നിസ്സാരമായിട്ട് കാണരുത്. നമ്മുടെ മക്കളുടെയൊക്കെ അല്ലെങ്കിൽ വിദേശത്തുള്ളവരുടെ ഒക്കെ ഭാവി നല്ലൊരു ശതമാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അവിവാഹിത യുവാക്കന്മാരുടെ എണ്ണം ഭയാനകമായിട്ട് കൂടുന്നു. അവരിപ്പോൾ എന്തിനെ ആശ്രയിക്കുന്നു? നമ്മുടെ സഭയ്ക്കുള്ളിൽ നടക്കുന്ന അസ്വസ്ഥതകൾ, കുടുംബത്തിൽ നടക്കുന്ന അസ്വസ്ഥതകൾ, സമൂഹത്തിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ നിഗൂഢമായ അർത്ഥം വെച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ പ്രിയ സഹോദരരെ, വലിയ ദുരന്തങ്ങളുടെ, വലിയ വേദനകളുടെ, വലിയ ആകുലതകളുടെ, ജോലി നഷ്ടമാകുന്ന അവസ്ഥ, നമുക്ക് സമ്പത്തില്ലാതെ വരുന്ന അവസ്ഥ, യുദ്ധത്തിൻ്റെ ഭയാനകത മൂലം നമുക്ക് മാർക്കറ്റുകൾ ഇല്ലാതെ വരുന്ന അവസ്ഥ, ഭക്ഷണം നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ, അങ്ങനെ എല്ലാം കൊണ്ടും വലിയ ദുരന്തത്തിലേക്കാണ് ലോകം നടന്നെടുക്കുന്നത്. അല്ലാതെ ഇനിയൊരു സമൃദ്ധി, അല്ലെങ്കിൽ ഇനിയൊരു 2 നില വാർക്ക് വീട്, ഇനി വലിയൊരു കാറ്, ഇനിയൊരു വിദേശ ഭാഷാ പഠനം, വിദേശ ജോലി, അങ്ങനെ ചിന്തിച്ചേക്കരുത്. അത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം സ്വയം ഒരുങ്ങുന്ന അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടണം നമ്മൾ. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാവുന്നതാണ്, വന്ന് എൻ്റെ ധ്യാനം കൂടാവുന്നതാണ്. അതിനുള്ള അവസരങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വരാം. അധികം മുന്നോട്ട് പോകാതെ തന്നെ കഴിയുന്നതും വേഗത്തിൽ നിങ്ങൾ ധ്യാനം കൂടി വിശുദ്ധി പ്രാപിക്കുക. നമുക്ക് ഈ മൊബൈൽ ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റാത്ത അനേകം വിഷയങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ശരിയായ ഒരു ഒരുക്കം, ശരിയായ ഒരു ജ്ഞാനത്തിൻ്റെ, ത്രിതല ജ്ഞാനത്തിൻ്റെ ഒരു ഭൗതിക ശക്തി നിങ്ങൾക്ക് ലഭിക്കും. വിശുദ്ധിയും പരിശുദ്ധിയും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ജ്ഞാനിയായിട്ട് മാറും. ആ ജ്ഞാനത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ശക്തിക്കും പറ്റാത്ത വിധം അത്ര ആത്മജ്ഞാനം കൊണ്ട് നിറയുന്നൊരവസ്ഥയിലേക്ക് എളിദാസിൻ്റെ ക്ലാസ് നിങ്ങളെ നയിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, അതിൻ്റെ ധ്യാനങ്ങൾ, അതിൻ്റെ ശുശ്രൂഷകൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ധ്യാനം ഒന്ന് കൂടുക. കാരണം ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്കിത് ഏതാനും കാലങ്ങളിൽ കൂടി ഈ ക്ലാസ്സുകളൊക്കെ നയിക്കാൻ സാധിക്കുള്ളൂ. അതിനുശേഷം ഇതൊക്കെ നിന്നു പോകുന്ന അവസ്ഥ വരും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഒരുങ്ങുക. അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുത്വം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി രക്ഷിക്കുമാറാട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനായിട്ട് നാം ഒരുങ്ങുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി എൻ്റെ മനസ്സും ശരീരവും ആത്മാവും എങ്ങനെ ഒരുക്കി, എങ്ങനെ കാത്തിരിക്കണം എന്നുള്ളതിനെപ്പറ്റി സമ്പൂർണ്ണ ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുവാൻ എളിദാസിൻ്റെ ക്ലാസ്സിനെ നിങ്ങൾ വിളിക്കുക. അതിനായി നമ്മെ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.